എന്റെ കള്ളിയങ്കാട്ട് ഭഗവതി അമ്മേ, ഒരു വയറ് കണ്ട കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എനിക്ക് പോലും മനസ്സിലായില്ല ഈ കള്ളഗർഭം. ഇടിവത്തെ, ഒന്നുമില്ലെങ്കിലും നിനക്ക് എവനോടെങ്കിലും സത്യം തുറന്ന് പറയാമായിരുന്നു. അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ നിന്നെയും നിന്റെ വ്യാജഗർഭത്തെയും? ഭർത്താവ് ഉപേക്ഷിച്ച നിനക്ക് ഒരു ജീവിതം തരാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയായിരുന്നു. കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതെ, കാസർഗോഡ് കള്ള പാസ്പോർട്ടിന്റെയും കള്ള വിസയുടെയും നാടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാ. ഗർഭിണികളോട് നമ്മുടെ ഡോക്ടർക്ക് ഇത്തിരി സിമ്പതി ഉണ്ടെന്ന് കരുതി കുറെ കാലം അയാളുടെ മുമ്പിൽ കൂടി ഗർഭിണി വിലസി നടക്കുകയായിരുന്നില്ലേ? ലോകത്തിൽ ഒരു പെണ്ണും അയാളെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവില്ല. നീ എന്തിനാണ് കരയുന്നേ? ഞാൻ ഈ കഴിഞ്ഞ 6-7 മാസം മൊത്തം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവള് കാരണം. അല്ല, ഇവനെന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ ഇരിക്കണേ? ഫാത്തിമ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ ഇവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പോയില്ലയോ? ഡോക്ടർ എന്നോട് മാപ്പാക്കണം. ഡ്യൂട്ടി സമയത്ത് അത് നേരം പെയ്ത്തിട്ട് വന്നിട്ടാവുമ്പോൾ അറിയാതെ പേടിച്ചിട്ട് നാവൊന്ന് വന്നു പോയത്. അതും ചൊല്ലിയിട്ട് എല്ലാവരും എന്നോട് പിരിച്ചാക്കാൻ തുടങ്ങിയിട്ടാവുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിപ്പോയി. ഞാനും എൻ്റെ അനിയൻ ഇക്കും ആരില്ലാത്തോല്. ഒരു പൊരയുണ്ടായിന്, അതും ഇപ്പോൾ ബാങ്കിൽ പണയത്തിലുള്ളത്. ഉമ്മാൻ്റെ ഇക്കാക്കൻ്റെ പൊരയിൽ ഞങ്ങൾ ഉണ്ടായത്. മംഗലം കഴിഞ്ഞ് 3 കിടാക്കളുള്ള ഇക്കാക്കൻ്റെ മോൻ എപ്പോഴും ഉപദ്രവമാക്കും. എന്നെ ആൾക്ക് വേണമല്ലോ. പിന്നെ ഞങ്ങൾ ആടെ നിന്ന് മാറിയിട്ട് വേറെ പോരേക്ക് പോയി. ആടേക്ക് വന്ന് ഉപദ്രവിക്കും ആ ഹറാത്ത്. ആകെ അറിയലായിട്ടുണ്ടാവുമ്പോൾ ആദം ഡോക്ടർ ചൊല്ലിയത് ഈടെ ഒരു വേക്കൻസി ഉണ്ടെന്ന്. ഇക്കൂനെയും കൂട്ടിയിട്ട് ഈടേക്ക് വരുമ്പോൾ ഒന്ന് മാത്രം ഉണ്ടായിന് മനസ്സിൽ, നല്ല പാങ്ങിൽ ജീവിക്കണമെന്നും ഈടെ കുറേ കാലം നിന്നിട്ട് ബാങ്കിൽ നിന്ന് ജാഗ തിരിച്ചെടുക്കണമെന്നും. അല്ലാതെ ഞാൻ ആരും തോപ്പിക്കാൻ നോക്കിക്കില്ല. എൻ്റെ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ടാവുമ്പോൾ അജുവിനെ വിട്ടിട്ട് പോകുമെന്ന് വിചാരിച്ച്. സൂസൻ, അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഒരു കുഞ്ഞിനെ നിർത്താതുള്ള കരച്ചിലായിരുന്നു കാതിൽ എപ്പോഴും. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ. സോറി മോളെ, ഞാൻ അപ്പോഴത്തെ ടെൻഷൻ അങ്ങനെ പറഞ്ഞു പോയതാ. സോറി. ഡോക്ടർ പറഞ്ഞ പോലെ ബുദ്ധിമോശം കൊണ്ടൊന്നല്ല ഞാൻ ഗർഭിണിയായത്. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. എന്നെ അറിയുന്നവർ രഹസ്യമായിട്ടെങ്കിലും പലരുടെയും പേര് ഊഹിച്ചേക്കാം. അങ്ങനെ ചിന്തിച്ച് പല കഥകളും ഉണ്ടാക്കാം. പക്ഷെ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് താങ്ങാനായില്ല.
പലതും മറക്കാനുള്ള ശ്രമമായിരുന്നു. മൊബൈൽ ഫോണിലെ ഗെയിമുകളും ടിവിയിലെ കാർട്ടൂണുകളും. പക്ഷെ അതെന്നെ ഇങ്ങനെ ഒരു പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പരിചയമുള്ള ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. പ്രസവം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ. അവൾക്കും അതാണല്ലോ ആഗ്രഹം. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിന്റെ ഫർണിഷിംഗ് പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇവിടെ നിൽക്കാണോ? ഓപ്പിൽ അന്വേഷിക്കുന്നുണ്ടാവും. ദേ നിക്കണ നിപ്പ് കണ്ടോ? അവന്റെ ആ നിപ്പ് കണ്ടാത്തൊന്നും അവനാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. വയറ് കണ്ടിട്ട് പിള്ളേർ ഏതാന്ന് മാത്രല്ല തന്ത ആരാന്നും പറയാൻ പറ്റുമല്ലേ? പറ്റുമല്ലോ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ എത്താൻ കുറച്ച് വൈകി. സൈറയുടെ പേരൻസാ. അവളുടെ മമ്മിക്ക് അത് തേറി ഒന്ന് കാണാൻ പറ്റുമോ?